പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സമസ്ത ഐക്യ ചർച്ചകൾക്കായി രണ്ടു കൂട്ടരും സംയമനം പാലിക്കണമെന്ന് പറയുകയാണ് AP വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസ്ഹരി. അനൈക്യത്തിന് കാരണമാകുന്ന ഒരു ചർച്ചകളും പാടില്ലെന്നും സമൂഹ മാധ്യമ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണമെന്നും അസ്ഹരി വ്യക്തമാക്കി. ജിഫ്രി തങ്ങളുടെ ഘർ വാപ്പസി പരാമർശം ഗൗരവത്തിലെടുക്കേണ്ടെന്നും പ്രായമായ ആളുകളുടെ വാക്കുപിഴ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയും മറ്റു മീഡിയയും എല്ലാവരും ഇതിൽ ഐക്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനൈക്യത്തിലേക്ക് വകവയ്ക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുക എന്നത് ഈ ഒരു സതുദ്ദേശത്തിന് കൂടുതൽ മാറ്റുകൂട്ടുകയും അതിന് വലിയ സപ്പോർട്ടായി മാറുകയും ചെയ്യും. പ്രായം ചെന്ന ആളുകളുടെ വാക്കുകളിലുള്ള എന്തെങ്കിലും അക്ഷരപ്പിഴവുകളോ അല്ലെങ്കിൽ ഉപയോഗിച്ച വാക്കിൻ്റെ പ്രശ്നങ്ങളോ അത് ചർച്ച ചെയ്യരുത്. അവരുടെ ഉദ്ദേശശുദ്ധിയെയും ആശയത്തെയുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് തത്സമയം നമുക്കിപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. സമസ്തയിൽ ഒരു ഐക്യം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്നും വിഘടിച്ചു പോയ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ആരും ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് അസ്ഹരി, അല്ലേ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ നേരത്തെ നടത്തിയ ചർച്ചയോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമായിട്ടൊരു എല്ലാവരും സംയമനം പാലിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഐക്യചർച്ച നടക്കുന്ന സമയത്ത് മുൻപൊക്കെ വലിയ തോതിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുമ്പ് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അല്ലെങ്കിൽ തർക്കങ്ങൾ, അതെല്ലാം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഒരു തർക്കങ്ങളിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒഴിവാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന ഈ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇടപെടലിൽ ജാഗ്രത വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ EK വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഈ ഐക്യ ആഹ്വാനം വീണ്ടും സജീവമാകുന്നത്. അന്ന് ജിഫ്രി തങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയിൽ ഒരു വാക്ക്, അതായത് ഗർവാപ്പസി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ വിമർശനം ഈ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം വിമർശനമായി കൊണ്ടുവന്നു. അതിനുകൂടിയുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇത്തരത്തിൽ മുതിർന്ന ഒരാൾ, പ്രായമായ ഒരാൾ നടത്തിയ ഈ പ്രസ്താവനയിൽ ഒരു വാക്ക് എടുത്തു കാട്ടി അല്ലെങ്കിൽ അക്ഷരപ്പിശക് കാണിച്ചുകൊണ്ട് അതിനെ വലിയ തർക്കമാക്കി മാറ്റരുത്. പ്രായമുള്ളവർ അവരുടെ ആശയങ്ങളെ മാത്രമാണ് കാണേണ്ടത്, അവരുടെ ഉദ്ദേശശുദ്ധിയാണ് കാണേണ്ടത്. നല്ല ഉദ്ദേശശുദ്ധിയിൽ പറയുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് മാത്രം മുഖവിലേക്ക് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എല്ലാവരും സംയമനം പാലിക്കണം അങ്ങനെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഐക്യചർച്ച എന്ന് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇന്നലെ നമ്മൾ നൽകിയതാണ്, ഇതിനകത്ത് ആരാണ് മധ്യസ്ഥത വഹിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതെല്ലാം വളരെ സാവകാശവും സമയവും വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് സംയമനം പാലിക്കണം എന്നുള്ളത് മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുന്നത്. ശരി പ്രസാദ്, തുടരുക.